PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT പാഠപുസ്തകമാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് പുതിയ SCERT പാഠപുസ്തകത്തിൻ്റെ സീരിയസ് വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5, 7, 9 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളാണ് മാറിയേക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം സോഷ്യൽ സയൻസ് ആണ് പഠിക്കാൻ എടുത്തേക്കുന്നത്. 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് പാഠപുസ്തകം എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ 9ാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7, 8 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ SCERT പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം എത്രമാത്രം ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കേറ്റഡ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ജനറൽ PSC പരീക്ഷയ്ക്ക് 40 ചോദ്യമെങ്കിലും SCERT നിന്നുള്ളതാണ്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പഴയ SCERT പുതിയ SCERT ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പുതിയ SCERT ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം ലെങ്ത്താണ്. കൂടുതൽ പോയിന്റുകൾ, ഫാക്റ്റുകൾ, ആക്ടിവിറ്റീസ് എല്ലാം പുതിയ SCERTയിൽ പഴയ SCERTനെ കമ്പയർ ചെയ്യുമ്പോൾ 5, 7, 9 ചാപ്റ്റേഴ്സിലുണ്ട്. ആ പാഠപുസ്തകം ഒരു തവണയെങ്കിലും നോക്കിയുള്ളവർക്ക് അത് മനസ്സിലാവും. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ HSA LP UP മിഷൻ 2026-27 കേറ്ററ്റ് അതുപോലെ തന്നെ 10th പ്രിലിംസ് LGSനൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു PSC പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ SCERT പാഠപുസ്തകത്തിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതായത് ഈ ഒരു ചാപ്റ്റേഴ്സിന് എല്ലാ ചാപ്റ്റേഴ്സിനും 5, 7, 9 ഉള്ള പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCERT, പഴയ SCERT 5, 7, 9 ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന SCERT, അതുപോലെ 8, 6, 10 ക്ലാസ്സുകളിലെ SCERT ഈ 3 ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിനെയും ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് വലിച്ചു വാരി കുറേ പേജുകൾ പഠിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. കാരണം മെയിൻ ഫാക്റ്റുകളും പോയിന്റുകളും മാത്രമേ SCERTയുടെ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ SCERT ലേറ്റസ്റ്റ് ന്യൂ എഡിഷനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCERT എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ SCERT പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പോയിന്റ് പോലും വിടാതെ കംപ്ലീറ്റ് പഴയ പുതിയ നിലവിലുള്ള SCERT മുഴുവൻ 3 ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റായിട്ട് നമ്മൾ ഒരു 3-3.5 മാസം എടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം, തുല്യതയിലേക്ക്. അപ്പം നമുക്ക് പഠിക്കാം തുല്യതയിലേക്ക് എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്റർ കേട്ടോ. 5ാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഒരു ചെറിയ പിക്ചർ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ പിക്ചറിൽ റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ നിൽക്കുന്ന ഒരു കുട്ടിയും അവരുടെ പാരൻസിനെയൊക്കെയാണ്, മുത്തശ്ശനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായുള്ള റേഷൻ കാർഡ് നമുക്കറിയാം, ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ നിറത്തിലുള്ള കാർഡുകളാണ്. അപ്പോൾ കുട്ടി സംശയത്തോടുകൂടി മുത്തശ്ശനോട് ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് വിവിധ നിറത്തിലുള്ള കാർഡുകൾ ഓരോരുത്തരും കൊണ്ടുവന്നത്, ക്യൂ നിൽക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കാർഡുകൾ കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ കുട്ടിയുടെ സംശയത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. നമുക്കറിയാം എന്തുകൊണ്ടാണ് വിവിധ കളറിലുള്ള റേഷൻ കാർഡൊക്കെ ഉള്ളതെന്നും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഫാക്റ്റുകൾ നോക്കിയാൽ മതി. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യസ്തപ്പെടുന്നതിന് പ്രധാന കാരണം. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിൽ നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. വരുമാനത്തിൽ ലഭ്യയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3ആയി തരംതിരിക്കാം. എങ്ങനെ തരംതിരിക്കാം? വരുമാനത്തിൽ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. അങ്ങനെ നമുക്ക് വരുമാനത്തിൽ ലഭ്യയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യസ്തമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. തൊഴിലും വരുമാനത്തിലുള്ള അസമത്വം സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സാമ്പത്തിക അസമത്വം ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? തൊഴിലും വരുമാനത്തിലുമുള്ള അസമത്വം കൊണ്ടാണ് സമൂഹത്തിൽ സാമ്പത്തിക അസമത്വം ഉണ്ടാകുന്നത്. ഒരു സമൂഹത്തിൽ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. ഒരു സമൂഹത്തിൽ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? അവിടെ അസമത്വം
ഉണ്ടാകുന്നു. ഇനി സാമ്പത്തിക അസമത്വം എന്താണ് നമുക്ക് നോക്കാം. സാമ്പത്തിക അസമത്വം എന്ത്? ഒരു കുടുംബത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്ക് സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്തിയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരക്ഷണങ്ങളുടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് സാമ്പത്തിക അസമത്വം? എന്ന ഒരു സമൂഹത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ തമ്മിലുള്ള അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മിശ്രഭോജനത്തെക്കുറിച്ച് നോക്കാം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ആരംഭം മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അയ്യാ വൈകുണ്ഠ സ്വാമിച്ച സമത്വ സമാജം നേതൃത്വം നടന്ന സമപന്തി ഭോജനം നോട്ട് ചെയ്ത് വെച്ച ഇമ്പോർട്ടൻ്റ് ആണേ. എന്താണ്? അയ്യാ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് എന്ത്? സമത്വ സമാജം. എപ്പോഴും PSC പരീക്ഷ എടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു 100 PSC പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 50 ചോദ്യം അല്ലെങ്കിൽ 60 ചോദ്യ പേപ്പർ അല്ലെങ്കിൽ സമത്വ സമാജം ചോദിച്ചിട്ടുണ്ടാവും. അയ്യാ വൈകുണ്ഠ സ്വാമികളുടെയാണ് സമത്വ സമാജം. സമത്വ സമാജം നേതൃത്വം നടന്നതാണ് എന്ത്? സമപന്തി ഭോജനം. അപ്പോൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1917 മെയ് 29 എറണാകുളം ജില്ലയിൽ ചെറായിൽ സഹോദരൻ പത്രാധിപരായ K. അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനമാണ്. അപ്പോൾ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചു എന്ന് 1917 മെയ് 29. 1917 മെയ് 29 അദ്ദേഹത്തിന് കൊടിമർദ്ദനം ഭീഷണി നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായി സമുദ്ര നിർണായക സംഭവമായി ഇത് മാറി. അപ്പോൾ അയ്യാ വൈകുണ്ഠ സ്വാമികളുടെയാണ് സമത്വ സമാജം. സമത്വ സമാജം നേതൃത്വം നടന്നതാണ് സമപന്തി ഭോജനം. സഹോദരൻ അയ്യപ്പൻ കൊണ്ടുവന്നാണ് മിശ്രഭോജനം 1917 മെയ് 29. ഇനി മേൽമുണ്ട് സമരം. വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാതി ആചാരത്തിൻ്റെ പേരിൽ പിന്നീട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മേൽമുണ്ട് സമരം വസ്ത്രദാനത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൽ മുതൽ നടന്നു വന്ന സമരമാണ് ഏത്? മേൽമുണ്ടു സമരം. എന്താണ്? വസ്ത്രധാരണത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലാണ് എന്ത് നടക്കുന്നത്? മേൽമുണ്ട് സമരം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർക്ക് എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരിലുള്ള ദളിത് ബാലികയുടെ കൈ പിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായിരുന്നെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെ അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിലാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ആ ഒരു സ്കൂളിൽ തീയിട്ട അതിൻ്റെ ഒരു അർത്ഥത്തിൻ്റെ ഒക്കെ പേരിൽ പിൽക്കാലത്തെ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് കേട്ടോ ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ പേര് ആ സ്കൂളിന് സ്വീകരിക്കപ്പെട്ടത്. ഇനി സാമൂഹിക അസമത്വം എന്താണ് നമുക്ക് നോക്കാം. സാമൂഹ്യ അസമത്വം എന്നൊരു സമൂഹത്തിലുള്ള വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് സാമൂഹ്യ അസമത്വം എന്ന് പറഞ്ഞാൽ? സാമൂഹ്യ അസമത്വം ഒരു സമൂഹത്തിനുള്ളിൽ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സാമൂഹിക അസമത്വം. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിന് ആരോഗ്യ പരിപാലനത്തിന് അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹ്യ സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിവ വിവിധ രൂപങ്ങളിൽ സാമൂഹ്യ അസമത്വം പ്രകടമാക്കുന്നു. സാമൂഹ്യ അസമത്വം ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. അപ്പോൾ സാമൂഹ്യ അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ എന്നത് ഒരു സമൂഹത്തിൽ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സാമൂഹ്യ അസമത്വം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി സാമൂഹ്യ അസമത്വത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സാമ്പത്തിക അസമത്വമാണ്. അത് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിലോ വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി ശമ്പളത്തിൻ്റെ വ്യത്യാസം. ഇനി വിദ്യാഭ്യാസ അസമത്വമോ
നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. ഇനി സാമൂഹിക ഘടകങ്ങൾക്കുള്ളിൽ അസമത്വം ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഇനി ഭൂമിശാസ്ത്രപരമായ അസമാനതകളോ ഗ്രാമ-നഗര വ്യത്യാസം, വിഭവങ്ങളുടെ കുറവ്. മറ്റു ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിലോ കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലൊക്കെ എന്താണ് ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തോ അത് നിറവേറ്റപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഒരു സമൂഹത്തിന് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹ്യ അസമത്തിന് അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹ്യ നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇനി സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണ്? അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം വിഭാഗ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതി നടപ്പിലാക്കുന്നു. നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണം ആയിക്കോട്ടെ, പാർപ്പിടമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, ആരോഗ്യ സുരക്ഷ ആയിക്കോട്ടെ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ക്ഷേമ പെൻഷനുകളാണ്. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്ക്, ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. ക്ഷേമ പെൻഷൻ മുതിർന്ന പൗരന്മാർക്ക്, ഭിന്നശേഷിക്കാർക്ക്, വിധവകൾക്ക്, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളി മുതലായ ക്ഷേമ പെൻഷനുകൾക്ക് പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക അസമത്വം ഇല്ലാതാക്കുന്നതിന്, സാമ്പത്തികമായി ഇത്തരത്തിലുള്ള ആളുകളെ കുറച്ച് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ എന്ത് കൊടുക്കുന്നത്, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്കൊരു കൈത്താങ്ങിന് വേണ്ടിയിട്ടാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ നൽകിപ്പോരുന്നത്. ഇനി സ്കോളർഷിപ്പുകളാണ് അടുത്തത്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾ നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെട്രിക് സ്കോളർഷിപ്പുകൾ ഓരോരോ സ്കൂളിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോരോ ക്ലാസ്സുകൾക്കനുസരിച്ചുമൊക്കെ വിവിധ തരത്തിലുള്ള പരീക്ഷകളിലൊക്കെ വെച്ചുകൊണ്ട് സ്കോളർഷിപ്പുകൾ, പദ്ധതികളൊക്കെ നടപ്പിലാക്കി പോരുന്നു. ഇനി സബ്സിഡി. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡമനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക അനുകൂലമോ പിന്തുണയാണ് സബ്സിഡി എന്ന് പറയുന്നത്. നേരിട്ട് അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക അനുകൂലമോ പിന്തുണയാണ് എന്ന് വിളിക്കുന്നത് സബ്സിഡി എന്ന് വിളിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നമുക്ക് നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവയൊക്കെ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നതാണ്. ഇനി നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്ന് നോക്കാം. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാതെ വിദഗ്ധ കായിക തൊഴിൽ എന്ന പദ്ധതി ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിൽ വ്യക്തികളാണ് ഇതിന് ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യം നടപ്പിലാക്കുന്ന പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എല്ലായിടത്തും ഉണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ സ്ത്രീകളാണ്. എന്നാൽ പുരുഷന്മാർക്കും ഉണ്ട്, പക്ഷേ താരതമ്യേന സ്ത്രീകളായിരിക്കും ഇതിനകത്ത് കൂടുതൽ. ഒരു വർഷത്തിൽ 100 ദിന തൊഴിൽ പ്രദാനം ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മറ്റൊന്നാണ് ലൈഫ് മിഷൻ. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കുന്നവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കുക എന്നാണ് എന്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. മറ്റൊന്ന് തീരമൈത്രിയാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുകയാണ് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നു. മറ്റൊന്ന് കൈവല്യാണ്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പുനരധിവാസ പദ്ധതിയാണ്. അവസര തുല്യത, സാമൂഹ്യ ഉൾച്ചേർക്കൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മറ്റൊന്ന് വിദ്യാവാഹിനിയാണ്.
ഗോത്ര സമൂഹ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടിയുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞു പോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി അപ്പോൾ ഈ ഇത്രയും പദ്ധതി നോക്കിയേ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന, നമ്മുടെ കൺമുന്നിൽ കാണുന്നൊരു പദ്ധതിയാണല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ കുറേ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പിന് പോകുന്നത് ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്തിനാണ്? അവർക്കുടെ സാമ്പത്തികമായിട്ടും അവർക്ക് തൊഴിൽ പ്രദാനം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി ഉന്നമതിയിലേക്ക് എത്തിക്കുന്നതിനും അവർ അസമത്വം, സമൂഹത്തിലുള്ള അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താ 100 ദിവസത്തെ തൊഴിൽ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് എല്ലാവർക്കും ഓർത്തിരിക്കാൻ കഴിയും. കാരണം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കാണാറില്ലേ തൊഴിലുറപ്പ് ചെയ്യുന്ന ചേച്ചിമാരെ കാണാറില്ലേ. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. നമ്മൾ മറന്നു പോകാത്തൊരു സംഭവമാണ്, നമ്മൾ കാണാത്തത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് നൽകുന്നത്. ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഭോക്താക്കൾ സ്ത്രീകളാണ്. പുരുഷന്മാരും ഉണ്ട്, എന്നാലും മെജോറിറ്റി സ്ത്രീകളാണ് ഇതിനകത്ത് പങ്കാളികളാണ്. മറ്റൊന്ന് ലൈഫ് മിഷനാണ്. ലൈഫ് മിഷൻ എല്ലാവരും കേട്ട് പരിചയം ഉണ്ടാവും അല്ലേ. ഭവനമില്ലാത്തവർക്കും ഭവനം വയ്ക്കാൻ കഴിവില്ലാത്തവർക്കും താൽക്കാലിക ഭവനമുള്ളവർക്കും ഒക്കെ, അതുപോലെ തന്നെ നല്ല ഭവനമില്ലാത്തവർക്ക്, അതായത് വാസയോഗ്യമല്ലാത്ത ഭവനമില്ലാത്തവർക്കൊക്കെയാണ് ഈ പദ്ധതി ലൈഫ് മിഷൻ വെച്ച് വീട് വെച്ച് കൊടുക്കുന്നു. ഇനി തീരമൈത്രിയാണ്. തീരം എന്ന് പറയുന്നത് എന്താ? കടൽ തീരം എന്ന വാക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. തീരമൈത്രി, മൈത്രി എന്ന് പറയുമ്പോൾ എന്താ? ഒരു സ്ത്രീ പദമാണല്ലേ മൈത്രി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ പേരാണ് മൈത്രിയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ തീരപ്രദേശത്തെ സ്ത്രീകൾക്കുടെ ഗുണഭോക്താക്കളായിട്ടുള്ള പദ്ധതിയാണേത്? തീരമൈത്രി എന്ന് കണക്ട് ചെയ്ത് വെച്ച് ഓർത്തിരിക്കുക. മത്സ്യത്തൊഴിലാളികൾ സമൂഹത്തിൽ കുടുംബങ്ങളെ വനിതകളെ സംരംഭകരാക്കി, അതായത് അവർക്ക് സ്വന്തമായി കൈത്തൊഴിലോ ബിസിനസ്സോ ചെയ്യുന്നതിന് അവർക്കൊരു സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കുന്ന പദ്ധതിയാണേത്? തീരമൈത്രി എന്ന് പറയുന്നത് കേട്ടോ. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതി കൊടുക്കുന്നത്. അപ്പോൾ തീരപ്രദേശത്ത് മൈത്രി ഒരു സ്ത്രീയുടെ പേരായതുകൊണ്ട് തന്നെ അത് വെച്ച് കണക്ട് ചെയ്ത് ഓർക്കുക. തീരമൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന, എന്തിനു വേണ്ടിയിട്ട്? സംരംഭകരായി തീരുന്നതിന് വേണ്ടി, സംരംഭകരായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി സപ്പോർട്ട് കൊടുക്കുന്നത്. മറ്റൊന്ന് കൈവല്യമാണ്. കൈവല്യം ഇപ്പോൾ കൈക്ക് വയ്യ എന്നോർക്കുക. കൈക്ക് വയ്യ എന്നോർക്കുക. കൈവല്യം എങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം? കൈക്ക് വയ്യ. കൈക്ക് വയ്യ എന്ന് പറയുമ്പോൾ എന്താ? ഒരു വൈകല്യം, അത് ഒരു പ്രയാസം, അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അങ്ങനെയാണെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നി തന്നെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ കൈ വയ്യ, കൈക്ക് വയ്യ. അപ്പോൾ എന്താ? ശാരീരിക വൈകല്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മളങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് അവിടെ എക്സാം ഹോളിൽ കയറിയിരിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൈ വയ്യ. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ്. ഇനി വിദ്യാവാഹിനി. വിദ്യ വെച്ചാൽ എന്താ? പഠിക്കാൻ വിദ്യ മേടാൻ നമ്മൾ സ്കൂളിൽ പോകും അല്ലേ. വിദ്യ മേടാൻ സ്കൂളിൽ പോകും. വാഹനത്തിൽ കയറി സ്കൂളിൽ പോകുമെന്ന് ഓർക്കുക. അപ്പോൾ എങ്ങനെ? കുട്ടികളെ കൊണ്ടുവിടുന്ന സ്കൂളിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോകുന്ന പദ്ധതിയാണിത്. പക്ഷേ ഇത് ആർക്കാണ് ഗുണഭോക്താക്കളായി വരുന്നത്? പട്ടികവർഗത്തിൽപ്പെട്ട ഗോത്ര സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഗോത്ര സമൂഹത്തിലെ പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് വിദ്യാവാഹിനി കൊണ്ട് ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ തീരമൈത്രി ആർക്കാം? തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു സംരംഭം തുടങ്ങും. കൈവല്യ, കൈക്ക് വയ്യ, ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന സപ്പോർട്ടാണ്. വിദ്യാവാഹിനി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വാഹനം നൽകുന്നു, ഗോത്ര സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക്. ഇനി ജനനി ജന്മരക്ഷയാണ്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി. അപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനനി ജന്മരക്ഷ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ജനിക്കാൻ പോകുന്ന അമ്മമാർക്ക്, അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ പോഷകാഹാരം നൽകുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി പ്രതിഭാ തീരമാണ്. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. തീരദേശ മേഖല കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ തീരം എന്ന് പറഞ്ഞത് തീരപ്രദേശം എന്ന് ഓർക്കുക. പ്രതിഭ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ പഠിച്ച് നാളത്തെ പ്രതിഭയാകാനുള്ളതാണല്ലേ. അപ്പോൾ തീരദേശ മേഖല കുട്ടികൾക്കാണ് ഈ പദ്ധതി നൽകുന്നത്. അപ്പോൾ തീരമൈത്രി പ്രതിഭ തീരവും തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. തീരമൈത്രി എങ്ങനെയായിരുന്നു? മൈത്രി എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണെന്നേ പറയാം, സ്ത്രീ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളായിട്ട് സ്ത്രീകൾക്ക് നൽകുന്നു. ഇനി പ്രതിഭയാകുന്നത് ആരാണ്? സ്കൂളിൽ പോയി പഠിച്ചാലാണ് പ്രതിഭയാകുക അല്ലേ. അപ്പോൾ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന പദ്ധതിയാണിത്. ഇനി ഗോത്രബന്ധു. എന്താണ് ഗോത്രബന്ധു? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞു പോക്ക് തടയുന്ന ലക്ഷ്യത്തോടെ ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു എന്ന് പറയുന്നത്. ഗോത്ര എന്ന് പറയുന്നത് ഗോത്രവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക?
ഗോത്രഭാഷയുടെ മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്നു. അപ്പോൾ ഈ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ സ്കൂളിൽ അധ്യാപകരായിട്ട് നിയമിക്കുന്നു. അപ്പോൾ ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കളെ അധ്യാപകരായിട്ട് സ്കൂളിൽ അധ്യാപകരായിട്ട് കൊണ്ടുവരുന്നു എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഗോത്രബന്ധു എന്താണ്? ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞു പോക്ക് തടയുക എന്ന ലക്ഷ്യത്തോട് കൈവരിക്കുന്നതിനായി ഗോത്രഭാഷയിൽ മലയാളത്തിൽ പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണിത്. അപ്പോൾ അത്രയും കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതെന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പദ്ധതികളും തന്നെ പഠിച്ചിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് താഴെ നൽകിയുടെ പട്ടിക പൂർത്തിയാക്കുക. ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കി കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖല 18 വയസ്സിന് മുകളിലുള്ളവരാണ് ഗുണഭോക്താക്കൾ. സവിശേഷത എന്താണ്? എല്ലാവർക്കും തൊഴിൽ പ്രദാനം ചെയ്യുന്നു, അതുവഴി സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലൈഫ് മിഷൻ എന്താണ്? വീടില്ലാത്തവർക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? വീടില്ലാത്തവർക്കും താൽക്കാലിക ഭവനമുള്ളവർക്കും വീട് വയ്ക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീട് നൽകുന്ന പദ്ധതി. വീട് ലഭ്യമാകുന്നു. വിദ്യാവാഹിനി എന്തായിരുന്നു? ആരാണ് ഗുണഭോക്താക്കൾ? ഗോത്രവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഗുണഭോക്താക്കൾ. വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു കുട്ടികളിലേക്ക്, സ്കൂളിലേക്ക് എത്തിച്ചേരാൻ. മറ്റും തീരമൈത്രിയാണ്. വനിതാ തൊഴിലാളികളാണ്. സവിശേഷത എന്താണ്? അവർക്ക് വനിതാ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, തീരത്തുള്ള വനിതാ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങാനായിട്ടുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നു. ഇനി കൈവല്യം എന്താണ്? ആർക്കാണ്? ഈ ഭിന്നശേഷിക്കാർക്കാണ് കൈവല്യ പദ്ധതി കൊടുക്കുന്നത്. അവസര തുല്യതയാണ് കൈവല്യ പദ്ധതി വഴി നമുക്ക് കിട്ടുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്? ഈ ഗവൺമെൻറ് പദ്ധതികൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ വേറൊരാളും കൂടി സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബോക്സിലാക്കി കൊടുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ കൂടുതലും ഇതിനകത്ത് അസമത്വത്തെക്കുറിച്ച്, സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ചിട്ടാണ് കൂടുതലുമായിട്ടും പറയുന്നത്. പിന്നെ മേൽമുണ്ട് സമരം, അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ സിലബസ് മുഴുവൻ കവർ ചെയ്തത്, ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതുപോലെ വാരി വലിച്ച് ചാപ്റ്റേഴ്സ് മൊത്തം നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ പോയിന്റുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഓർഡറാക്കി എല്ലാ ചാപ്റ്റേഴ്സ് ഓരോ സ്റ്റാൻഡേർഡ് തിരിച്ച് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് വേഗം ക്ലൂ വെച്ച് പഠിച്ച് അങ്ങ് പോകാവുന്നതാണ്. അപ്പോൾ മറക്കേണ്ട, ആർക്കെങ്കിലും വേണമെങ്കിൽ SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.